بسم الله الرحمن الرحيم ബുറാഖിൻ തോളിലേറി റസൂലുള്ളാഹ് ഒരു നാളിൽ അമ്പരമേഴും താണ്ടിപ്പറന്നുവല്ലോ. ആകാശം കാത്തിടുന്ന മലക്കുകൾ സ്തുതിയോതി ആരംഭ റസൂലിനെ നയിച്ചിടുന്നു. ബുറാഖിൻ തോളിലേറി റസൂലുള്ളാഹ് ഒരു നാളിൽ അമ്പരം ഏഴും താണ്ടിക്കടന്നുവല്ലോ. ആകാശം കാത്തിടുന്ന മലക്കുകൾ സ്തുതിയോതി ആരംഭ റസൂലിനെ നയിച്ചിടുന്നു. ജന്നം ജഹന്നം നേരിൽ കണ്ട് ജഹന്ന കാഴ്ച കൽബിൽ കണ്ട് കണ്ടത് കണ്ണീരെന്നത് വാർത്ത് ഉമ്മത്തി എന്നും ചൊല്ലി വിലപിക്കും നബിയുടെ സ്നേഹത്തിൻ പോരുളത്ര മഹത്വമല്ലോ. ഉമ്മത്തി എന്നും ചൊല്ലി വിലപിക്കും നബിയുടെ സ്നേഹത്തിൻ പോരുളത്ര മഹത്വമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റജബിന്റെ പുണ്യമായ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായ രാവാണ് പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമായ റജബിന്റെ 27-ാം രാവ്. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഏഴാകാശങ്ങൾക്കപ്പുറം അള്ളാഹുവിനെ കാണിക്കാൻ അള്ളാഹുവും അള്ളാഹുവിന്റെ അടിമയായ പരിശുദ്ധ റസൂലും തമ്മിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടിയുള്ള അവസരം അള്ളാഹു ഒരുക്കിയ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും രാവാണ്. ശുദ്ധമായ ഖുർആൻ അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ശുദ്ധമായ ഖുർആൻ പറയുന്നു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. സുബ്ഹാനല്ലദീ ഒരുവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഏതാണ് ആ പടച്ച തമ്പുരാൻ? അള്ളാഹു വ്യക്തമായിട്ട് ഈ സുബ്ഹാന എന്ന് പറയുന്ന പദം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് ആരംഭിക്കുന്ന ആയത്തുകൾ, ആ ആയത്തുകളിൽ അള്ളാഹു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ നിശാപ്രയാണം നടത്തി. എവിടെ നിന്നും? മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഇസ്രായിന്റെ യാത്ര. ഏത് മസ്ജിദുൽ അഖ്സയാണ്? അല്ലദീ ബാറക്നാ ഹൗലഹു. ചുറ്റുഭാഗം മുഴുവനും ബറക്കത്താക്കപ്പെട്ട പരിശുദ്ധ മസ്ജിദ്. നിശ്ചയമായും അല്ലാഹു ശ്രദ്ധാപൂർവം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അനുഗ്രഹീതമായ ഒരു യാത്ര. ഏത് സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു കൊണ്ടുപോയത്? അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്തു കൊണ്ടുവന്നിരുന്ന എല്ലാവരും ഓരോന്നോരോന്നായി ലോകത്തോട് വിട പറഞ്ഞു. അവസാനം തന്റെ അബൂ ത്വാലിബും ഖദീജ ബിവി റളിയല്ലാഹു അൻഹയും മരണപ്പെട്ട വഫാത്തായി പോയ ആ വർഷം ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന ആ ഒരു വർഷത്തിന്റെ ദുഃഖത്തിന്റെ, വേദനയുടെ, സങ്കടങ്ങളുടെ തന്റെ സഹകാരിയായിരുന്ന, തന്റെ പ്രിയങ്കരിയായിരുന്ന, തന്റെ പ്രിയതമയെ വിട പറഞ്ഞ, അബൂ താലിബ് എന്ന തന്റെ പിതൃവ്യനെ വിട പറഞ്ഞ ആ ഒരു രംഗം വളരെയേറെ പ്രയാസമുള്ള ആ സന്ദർഭത്തിലാണ് ആ മരണശേഷം അള്ളാഹുവിന്റെ റസൂൽ നേരെ ത്വായിഫിലോട്ട് കടന്നു ചെന്നപ്പോൾ തന്റെ ഉമ്മയുടെ കുടുംബക്കാരും വളരെ ക്രൂരമായിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പെരുമാറി. അവർ കല്ലെടുത്തെറിഞ്ഞു, കൂകി വിളിച്ചു. ഇതെല്ലാം സഹിക്കുന്നതിന്റെ അപ്പുറം സഹിച്ച് ഒരു നിർവാഹവും ഇല്ലാതിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു കൊണ്ടുപോകുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട റസൂലിനെ ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ, ഒരു സമാധാനം, ഒരു സന്തോഷം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും പുണ്യമായ രാവ് കടന്നു വരുമ്പോൾ നോമ്പ് നോക്കൽ നമുക്ക് സുന്നത്താണ്. അതേ പ്രഭാതത്തിൽ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും ആ രാവിൽ മുത്തുനബി തങ്ങൾക്ക് ആ യാത്രയ്ക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയൊരു വാഹനമുണ്ട്. ബുറാഖ് എന്നാണ് ആ വാഹനത്തിന്റെ പേര്.
സുമ്മ ഊതീതു ബിദാബത്തിൻ ദൂനൽ ബഗ്ലി വഫൗഖൽ ഹിമാരി അബിയൽ. ഒരു പ്രത്യേക തരം ഒരു വെളുത്ത മൃഗത്തെ അവിടെ കൊണ്ടുവന്നു. ഏതാണ്? കോവർ കഴുതയുടെ വലിപ്പമില്ലാത്തതും എന്നാൽ കഴുതയേക്കാൾ വലിപ്പമുള്ളതുമായ ഒരു വെളുത്ത മൃഗത്തെ, ഒരു സ്പെഷ്യൽ മൃഗത്തെ അള്ളാഹു അവിടെ കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സ്പെഷ്യൽ വാഹനം ഒരുങ്ങിക്കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാക്കിന്റെ പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു സുമ്മ ഊതീതു ബിദാബത്തിൻ ദൂനൽ ബഗ്ലി വഫൗഖൽ ഹിമാരി അബിയൽ. ഒരു മൃഗത്തെ കൊണ്ടുവരപ്പെട്ടു, കോവർ കഴുതയുടെ വലിപ്പമില്ലാത്തതും എന്നാൽ സാധാരണ കഴുതയുടെക്കാൾ വലിപ്പമുള്ളൊരു മൃഗം. ബുറാക്ക് എന്നാണ് പേര്. മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മൃഗം. അതിന്റെ കണ്ണെത്തുന്നിടത്തതിന്റെ കാലത്തുന്ന അതീവ വേഗതയുള്ള മൃഗം. അള്ളാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുറാക്കിന്റെ പുറത്ത് കയറാൻ പ്രയാസം വന്നപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുറാക്കിനോട് ചോദിച്ചു, മുഹമ്മദിൻ തഫ്അലു ഹാദാ? ഈ മുഹമ്മദിനോടാണോ ഈ പ്രപഞ്ചമാകെ പടയ്ക്കപ്പെടാൻ കാരണക്കാരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണോ നീ ഇത് കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം കേട്ട് ബുറാക്ക് വീർത്തൊലിച്ചു എന്നാണ്. അള്ളാഹു അങ്ങനെ കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിനെ വളരെ വേഗത്തിൽ ഹബീബായ തങ്ങളെ കൊണ്ടുപോവുകയാണ് മസ്ജിദുൽ അഖ്സയിലേക്ക്. അവിടെ ചെന്നു. അതിന്റെ ഇടയിൽ ധാരാളം സംഭവങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മസ്ജിദുൽ അഖ്സയിൽ ചെന്നു. സർവ്വ അമ്പിയാക്കന്മാരും അവിടെ ഹാജറായി. അവിടെ ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിച്ചു. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാരണം, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ ഈ ഭൂമിയിൽ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ വന്നിട്ടുണ്ടോ, അവിടെയെല്ലാം അള്ളാഹുവിന്റെ വ്യക്തമായ സഹായങ്ങൾ അള്ളാഹു എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സഹായങ്ങൾ ഏറ്റവും ഉന്നതമായ സഹായമാണ്. തന്റെ പ്രിയ പത്നി വിട പറഞ്ഞു പോയ ദുഃഖത്തിന്റെ, വേദനയുടെ, സങ്കടത്തിന്റെ, നൊമ്പരത്തിന്റെ ആ നീർച്ചാൽ അള്ളാന്റെ റസൂൽ നിൽക്കുമ്പോ അള്ളാഹു കൊണ്ടുപോകുന്നത് ഇസ്റാഇന്റെ മിഅ്റാജിന്റെ പുണ്യമായ ആ രാവിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും പറയുന്നത് അത് സ്വപ്നമായിരുന്നു എന്നാണ്. മുഫസ്സിരീങ്ങൾ വ്യക്തമായി കൊണ്ട് പറയുന്നു അതൊരു സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ, ശരീരമുള്ള പരിശുദ്ധ റസൂൽ. അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പടച്ച റബ്ബിനെ, തന്റെ യജമാനനെ, തന്റെ റബ്ബിനെ കാണാൻ അള്ളാഹുവിന്റെ റസൂൽ പോയ യാത്ര അസുലഭമാണ്. മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.